മാരി സെൽവരാജിന്റെ ഏറ്റവും പുതിയ മൂവിയാണ് ബൈസൺ കാലമാടാൻ. ഈ ഒരു സിനിമയെക്കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എല്ലാവരും തീർച്ചയായിട്ടും ഈ സിനിമ പോയി കണ്ടിരിക്കണം. കാരണം ഈ ഒരു സിനിമ സംസാരിക്കുന്ന കോണ്ടന്റ് ആയാലും അല്ലെ പൊളിറ്റിക്സ് ആയാലും അത് ഇന്നോ ഇന്നലെ ഇവിടെ വന്നതല്ല, അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വർഷം ഇവിടെ നിലനിർത്താൻ പോകുന്ന സംഭവമല്ല. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ്, ഒരുപാട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ വന്നൊരു കാര്യമാണ്. അത് മനുഷ്യർ എത്ര കാലം ഭൂമിയിൽ നിലനിൽക്കുമോ അത്രയും കാലം അത് ഇവിടെ കാണും. അങ്ങനത്തെ ഒരു എലമെന്റാണ് സിനിമ സംസാരിക്കുന്നത്. മുന്നത്തെ മാരി സെൽവരാജ് മൂവീസിൽ സംസാരിക്കുന്ന പോലെ ഈ സിനിമയിലും ഹൈലൈറ്റ് ആയിട്ട് സംസാരിക്കുന്ന ജാതി തന്നെയാണ്. പണ്ടാണ് എല്ലാവരും ജാതി എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത്. ഇപ്പോൾ ആരും അങ്ങനെ പറഞ്ഞ് നടക്കാറില്ല. അല്ലെങ്കിൽ അത് മറ്റു നാട്ടിലല്ലേ, നമ്മുടെ നാട്ടിലൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞാലും എല്ലാ നാട്ടിലും ഉണ്ട്, എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. കേരളമായാലും തമിഴ്നാടായാലും ആന്ധ്ര ആയാലും തെലുങ്കാന ആയാലും ഹൈദരാബാദ് ആയാലും ഡൽഹി ആയാലും മുംബൈ ആയാലും എല്ലാ സ്ഥലത്തും ഈ സംഭവം ഉണ്ട്. കാലം എത്ര മാറിയാലും ഇത് അവിടെ തന്നെ കാണും. പക്ഷേ ഇതിൻ്റെ ഒരു ഡെപ്ത്, അല്ലെങ്കിൽ ഇത് എവിടെ നിന്നാണ് തുടങ്ങിയത്, ആരാണ് തുടങ്ങിയത്, ഇതിൻ്റെ ബാക്കിലെ റീസൺ എന്താണ്, എന്തിനാണ് ഇതിൻ്റെ പേരും പറഞ്ഞ് അടിയുണ്ടാക്കുന്നത്, എന്താണ് ഇതിൻ്റെ ശരിക്കുള്ള സൊല്യൂഷൻ, എങ്ങനെ ഇത് സോർട്ട് ഔട്ട് ചെയ്യാം, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഈ സിനിമയിൽ സംസാരിച്ച് പോകുന്നുണ്ട്. ആൻഡ് ഈ ഒരു മൂവിയുടെ സ്റ്റോറി എന്ന് പറയുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാം. ഒരാളുടെ ലൈഫിൽ അയാൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം നേടിയെടുക്കാനായിട്ട് അയാൾ ചെയ്യുന്ന കുറച്ച് യാത്രകളും ആ ഒരു യാത്രയിൽ അയാൾ ഫേസ് ചെയ്യുന്ന കുറച്ച് പ്രോബ്ലംസും അതിൻ്റെ സൊല്യൂഷൻസും അത് ഓവർകം ചെയ്യുന്നതാണ് സിനിമ സംസാരിക്കുന്നത്. ഈ ഒരു മൂവി മെയിൻലി ഹൈലൈറ്റ് ചെയ്യുന്ന ക്യാരക്ടർ എന്ന് പറയുന്നത് കിട്ടാൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ്. ആ ഒരു ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് ധ്രുവ് വിക്രമാണ്. സോ ധ്രുവ് വിക്രമിന്റെ ക്യാരക്ടറിന് കബഡി ഭയങ്കര ഇഷ്ടമാണ്. എങ്ങനെയും നല്ലൊരു കബഡി പ്ലെയർ ആകണം, അതാണ് പുള്ളിക്കാരന്റെ ആഗ്രഹം. സോ ആ ഒരു ആഗ്രഹത്തിന് വേണ്ടി അയാൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ അയാൾ ഫേസ് ചെയ്യുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അയാളുടെ നാട്ടുകാരിൽ നിന്നും അയാളുടെ ഫാമിലിയിൽ നിന്നും അയാൾ മീറ്റ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരിൽ നിന്ന് എല്ലാ ആൾക്കാരുടെ നിന്ന് ഇയാൾക്ക് പ്രശ്നമാണ്. അതിന്റെ മെയിൻ റീസൺ എന്ന് ജാതിയാണ്. ഈ സിനിമ സംസാരിക്കുന്ന പാരലായിട്ട് രണ്ട് സ്റ്റോറിയാണ്. ഒന്ന് ഈ ജാതി അതെങ്ങനെയാണ് സാധാരണ ഒരു മനുഷ്യന്റെ ലൈഫ് എഫക്ട് ചെയ്യുന്നത്, അത് എന്നായാലും എഫക്ട് ചെയ്യും, അത് എങ്ങനെ എഫക്ട് ചെയ്യുന്നതാണ് സിനിമ സംസാരിക്കുന്നത്. ആൻഡ് ഈ ഒരു ക്യാരക്ടർ ആ ഒരു ജാതി കാരണം ഇയാളുടെ ലൈഫിൽ ഇയാൾ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് എങ്ങനെ ഓവർകം ചെയ്യുന്നു, എങ്ങനെ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത്, എങ്ങനെയാണ് ഇതിന്റെയൊക്കെ ബാരിക്കേഡ് ബ്രേക്ക് ചെയ്ത് അയാൾ വരുന്നത് എന്നാണ് സിനിമ സംസാരിക്കുന്നത്. സോ ഈ രണ്ട് കാര്യങ്ങൾ പാരലി അത് മിക്സ് ചെയ്താണ് സിനിമ കൊണ്ടുവരിക്കുന്നത്. അത് നല്ല രസമായിട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ട് മാരി സെൽവരാജ്. ആൻഡ് ഈ ഒരു മൂവിയിൽ ജാതി എന്ന് പറയുന്ന ഒരു പ്രശ്നം ചെറിയ കാര്യമൊന്നുമല്ല. എല്ലാവർക്കും അറിയാം മാരി സെൽവരാജിന്റെ മൂവീസിൽ ഈ ഒരു ടോപ്പിക് വളരെ ഡീറ്റെയിൽ ആയിട്ട് വളരെ ഡെപ്ത് ആയിട്ട് സംസാരിക്കുന്നുണ്ട്. ഈ സിനിമയിലും ഭയങ്കര ഡെപ്ത് ആയിട്ടാണ് സംസാരിക്കുന്നത്. ആ ഒരു ഇഷ്യൂ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷന്റെ ആ ഒരു ഡെപ്തിന് വേണ്ടിയിട്ട് ഈ സിനിമയിൽ കുറച്ച് ക്യാരക്ടേഴ്സിനെ പുള്ളിക്കാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ മെയിൻലി വരുന്ന കുറച്ച് ക്യാരക്ടേഴ്സ് ആണ്. ലാലിന്റെ ഒരു ക്യാരക്ടർ, അമീറിന്റെ ഒരു ക്യാരക്ടർ. ഈ അമീർ എന്ന് പറയുന്നത് നമ്മൾ വടച്ചെന്നൈയിലെ രാജനായിട്ട് വരുന്ന ഈ രണ്ടുപേരും രണ്ട് ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്ന രണ്ട് ക്യാരക്ടേഴ്സ് ആണ്. ഒരാൾ ഹീറോ ആണെങ്കിൽ മറ്റുള്ള ആൾ വില്ലൻ എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ ഒരു പോയിന്റിൽ ഈ രണ്ട് ക്യാരക്ടേഴ്സും കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇവരുടെ അടുത്തുള്ള പെർസ്പെക്റ്റീവ് മാറും. കാരണം നമ്മൾ അത്രയേറെ ഇവരൊരു ഹീറോ ആയിട്ടും ഒരു വില്ലനായിട്ടും കൊണ്ടു നടന്നിട്ട് പെട്ടെന്ന് ഇവിടെ ആ ഒരു പോയിന്റ് കഴിയുമ്പോൾ നമുക്ക് തന്നെ തോന്നും ഇവർ ആരാണ് ശരിക്കും. കാരണം നമ്മൾ ഒരു വില്ലനാണെന്ന് വിചാരിച്ച ഒരാൾ ഒന്ന് പറയുകയാണ് ഈ ജാതി എന്ന് പറയുന്ന കാര്യം ഞാനായിട്ട് എൻ്റെ മനസ്സിൽ കൊണ്ട് കയറ്റിയതല്ല, അല്ലെങ്കിൽ ഞാനായിട്ട് കൊണ്ടു നടക്കുന്നതല്ല, അത് വന്നുപോയി, അത് എങ്ങനെ ഒഴിവാക്കണമെന്നോ അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്നോ എനിക്ക് അറിയത്തില്ല, അത് എൻ്റെ തലമുറയോട് നിൽക്കണം, അടുത്ത തലമുറ അത് ഏറ്റെടുക്കാൻ പാടില്ല, ഇത് വന്നു കഴിഞ്ഞു, ഇതിന്റെ സൊല്യൂഷൻ എന്താണെന്ന് അറിയത്തില്ല, ഇതിന് എങ്ങനെ രക്ഷപ്പെടുമെന്ന് എനിക്ക് അറിയത്തില്ല, പെട്ടുപോയി, എന്നെ കണ്ടിട്ടെങ്കിലും മറ്റുള്ള ആൾക്കാർ വരാതിരിക്കട്ടെ എന്ന് ഒരാൾ പറയും. ഈ ഒരു സിനിമ ഒരു കൊമേഴ്ഷ്യൽ മൂവിക്ക് അപ്പുറം ഒരു ഡോക്യുമെന്ററി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഈ ഒരു സിനിമ സംസാരിക്കുന്ന ആ ഒരു ജാതിന്റെ അകത്ത് ട്രാപ്പായി പോയ കുറെ ആൾക്കാരുടെ പെർസ്പെക്റ്റീവ് ആണ്. അവർക്ക് എന്താണ് പറയാനുള്ളത്, അവരെങ്ങനെയാണ് ഇതിൽ അകപ്പെട്ടു പോയത്, എങ്ങനെ രക്ഷപ്പെടണം പോലെ അറിയാതെ എങ്ങോട്ട് പോകണമെന്ന് പോലെ അറിയാതെ പെട്ടുപോയ ആൾക്കാരാണ്. സോ അവർ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ടെങ്കിലും ഇനി വരാൻ പോകുന്ന തലമുറ അല്ലെങ്കിൽ ഇതും പിടിച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാർ ഇത് വിട്ടു പോകണം, അല്ലെങ്കിൽ ഇതാണ് ശരിക്കും റിയാലിറ്റി എന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കുന്ന തരത്തിലുള്ള ഒരു ഡോക്യുമെന്ററി ആയിട്ടാണ് എനിക്ക് ഫീൽ ആയത്. സിനിമ കണ്ട് തിയേറ്ററിൽ നിന്ന് ഞാൻ പുറത്തു വന്നപ്പോൾ എന്തോ ഒരുപാട് നേരമായിട്ട് തിയേറ്ററിനകത്ത് ഇരുന്ന് ഒരു വലിയ ചരിത്രം, ഒരു വലിയ ജീവിതകഥ കണ്ട ഫീൽ ആയിരുന്നു എനിക്ക്. സിനിമ 2-2.5 മണിക്കൂറേ ഉള്ളൂ. പക്ഷേ ഈ സിനിമയിനകത്തുള്ള സിറ്റുവേഷൻസും ക്യാരക്ടേഴ്സും പ്രസന്റേഷനൊക്കെ കാണുമ്പോൾ നമ്മൾ ഇവരുടെ കൂടെ ആ ലോകത്ത് ജീവിച്ചു വന്നൊരു ഫീൽ നമുക്ക് കിട്ടും. ഈ സിനിമയിൽ ധ്രുവ് വിക്രമിന്റെ ഒരു ക്യാരക്ടർ ഉണ്ട്. അയാളുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ വീഡിയോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതായത് അയാളുടെ കുട്ടിക്കാലം തൊട്ട് അയാൾ ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യുന്നവരെ ഈ സിനിമയിൽ സംസാരിച്ച് പോകുന്നുണ്ട്. ഓരോ ഏജ് ഗ്യാപ്പിൽ ഓരോ സിറ്റുവേഷൻസ് ഓരോ ലെവൽ ഇങ്ങനെ കടന്നു പോകുമ്പോഴും അയാളെ പിടിച്ച് ബാക്കിലോട്ട് വലിച്ചുകൊണ്ടിരിക്കുന്ന ജാതി എന്ന് പറയുന്ന എലമെന്റ് അയാൾ അതും ബ്രേക്ക് ചെയ്ത് പോകുന്നു. പല സിറ്റുവേഷൻസ് വരുന്നിട്ട് അയാൾ തളരാതെ ഫേസ് ചെയ്ത് പോകുന്നു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ച് പോകുന്നുണ്ട് സിനിമയിൽ. അതൊക്കെ ഭയങ്കര നൈസായിരുന്നു പ്രസന്റേഷൻ. ഒരു ലൈഫ് സ്പാൻ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ക്യാരക്ടറിന്റെ ലൈഫ് സ്പാനിൽ അയാൾ ഫേസ് ചെയ്യുന്ന കുറെ ഇഷ്യൂസ്, ആ ഇഷ്യൂസിന്റെ മെയിൻ റീസൺ ജാതിയാണ്. ആ ജാതി, അയാളുടെ നാട്ടുകാർ, അയാളുടെ നാട്ടിലുള്ള കുറെ പണ്ടത്തെ കാര്യങ്ങൾ, ഇതൊക്കെ വെച്ചിട്ടാണ് നടക്കുന്നത്. സോ ഇതെല്ലാം ബ്ലെൻഡ് ചെയ്ത് സിനിമയിൽ സംസാരിച്ച് പോകുന്നുണ്ട്. അതൊക്കെ അടിപൊളിയായിരുന്നു. ആൻഡ് ഈ ഒരു മൂവിൽ പറഞ്ഞു വന്ന ഓരോ കാര്യങ്ങളും നമ്മളെ മനസ്സിൽ നിലനിർത്താനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ഈ സിനിമയിലുള്ള ക്യാരക്ടേഴ്സിന്റെ പെർഫോമൻസ് ആണ്. ഈച്ച് ആൻഡ് എവരി വൺ ഇൻ ദ മൂവി വാസ് ലിറ്ററലി അമേസിംഗ്. ധ്രുവ് വിക്രം ആയാലും ശരി, രജിഷ വിജയ് ആയാലും, അനുപമ പരമേശ്വരൻ ആയാലും, ലാല ആയാലും, അമീർ ആയാലും, പശുപതി ആയാലും, ഈ സിനിമയിൽ വന്ന ഓരോ ആൾക്കാരും അവരുടെ പെർഫോമൻസ് വഴി നമുക്ക് ഓരോ സിറ്റുവേഷൻസും ആ സിറ്റുവേഷൻ്റെ ഡെപ്തും എന്ത് സിറ്റുവേഷനിലാണ് അവർ നിൽക്കുന്നത്, എന്ത് കാര്യങ്ങളാണ് അവർ ഫേസ് ചെയ്യുന്നത്, അവരെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, അവരെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതിങ്ങനത്തെ ഓരോ കാര്യങ്ങൾ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് ആ ക്യാരക്ടർ പെർഫോമൻസിലൂടെ. അതൊക്കെ അടിപൊളിയായിരുന്നു. ഈ ഒരു മൂവിയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ
ഇഷ്ടപ്പെട്ട ഒരു പെർഫോമൻസ് അല്ലെങ്കിൽ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് പശുപതിയെയും ദുർവിക്രമിന്റെയാണ്. ഇവർ രണ്ടൊരു അച്ഛൻ മകൻ കോംബോ ആണ്. അടിപൊളിയായിരുന്നു. കാരണം ദുർവിക്രമിന്റെ ക്യാരക്ടറായിട്ടുള്ള കാട്ടാന്റെ ലൈഫ് സ്റ്റോറിയാണ് സിനിമ സംസാരിക്കുന്നത്. ആ ഒരു ലൈഫ് സ്റ്റോറിയിൽ പുള്ളിക്കാരൻ ഭയങ്കര സൈലന്റ് ആണ്. വയലന്റ് ആവേണ്ട ഏരിയ അല്ലെങ്കിൽ പുള്ളിക്കാരന്റെ ഔട്ട് ഓഫ് കൺട്രോൾ പോകേണ്ട ഏരിയയിൽ പുള്ളിക്കാരൻ അഴിഞ്ഞാടുന്നുണ്ട്, കയ്യിൽ നിന്ന് പോയി എല്ലാം ഔട്ട് ഓഫ് കൺട്രോളായി ചെയ്യുന്നുണ്ടെങ്കിലും പല ഏരിയാസിലും പുള്ളിക്കാരൻ അണ്ടർ കൺട്രോളിലാണ്. ആ ഒരു കൺട്രോളിന്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ പശുപതിയാണ്, തന്റെ അച്ഛൻ തന്നെയാണ്. കാരണം തന്റെ അച്ഛൻ തന്നെക്കാളും ഒരുപാട് കാര്യങ്ങൾ കണ്ടതും കേട്ട ആൾക്കാരാണ്. തനിക്കറിയാം തന്റെ നാട് എങ്ങനെയാണ്, തന്റെ അടുത്തുള്ള നാട് എങ്ങനെയാണ്, തന്റെ കൂട്ടുകാരെങ്ങനെയാണ്, നാട്ടുകാരെങ്ങനെയാണ്, ഈ ജാതി എന്നുള്ള കാര്യം എങ്ങനെയാണ്, ആൾക്കാർ എങ്ങനെ ഇത് റീഡ് ചെയ്യും, ആൾക്കാർ ഇതെങ്ങനെ ഏറ്റെടുക്കും, ആൾക്കാർ ഇതെങ്ങനെ റിയാക്ട് ചെയ്യും, എല്ലാം. കാരണം മൂപ്പരുടെ അച്ഛനാണ്. സോ ഹി നോസ് എവരിത്തിങ്. അവിടെ എങ്ങനെ ആൾക്കാർ റിയാക്ട് ചെയ്യുന്ന പോലും തനിക്കറിയാം. അതുകൊണ്ട് തന്നെ തന്റെ മകനെ കൺട്രോൾ ചെയ്ത് വെച്ച്, അതായത് അയാൾക്ക് പറയാനുള്ളതും കൂടി ഇയാൾ പറയുന്നത്. പല ഏരിയാസിലും ധ്രുവവിക്രം സംസാരിക്കത്തില്ല, ഇയാളാണ് കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യണം പല ആളുടെ. അത് ധ്രുവവിക്രം ഭയങ്കര ദേഷ്യം പിടിച്ച് ഔട്ട് ഓഫ് കൺട്രോളിൽ നിന്നാൽ പോലും ഇയാൾ കാര്യങ്ങൾ സോർട്ട് ഔട്ട് ചെയ്തെടുക്കും. ആ ഒരു കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കുറച്ച് ഏരിയാസ് എനിക്ക് വർക്ക് ആയില്ല, കുറച്ച് ഏരിയാസ് ചെറുതായിട്ടൊന്ന് ലാഗൊക്കെ ഫീൽ ചെയ്തു. പക്ഷെ ഓവറോൾ മൂവി നല്ലൊരു നൈസ് എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു. പറയേണ്ട കാര്യം വളരെ പ്രോപ്പർ ആൻഡ് ക്ലീൻ ആയിട്ട് സിനിമയിൽ സംസാരിക്കുന്നുണ്ട്. സോ എന്തായാലും കണ്ടു നോക്കുക. ഓൾറെഡി ഈ മൂവി കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താ വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.